അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഹായ്, അപ്പം എൻ്റെ ഈ ചെറിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നോമ്പ് 24-ാം ദിവസവും കഴിഞ്ഞു. അപ്പോൾ ഇന്നിവിടെ പള്ളിയിൽ കുറച്ച് ചായക്കടി കൊടുക്കണമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടത് കട്ട്ലറ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം കട്ട്ലറ്റിന് എന്തായാലും ചിക്കൻ്റെ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 30-35 പേർക്കുള്ള കട്ട്ലറ്റാണ് വേണ്ടത്. അപ്പം ഇവിടെ ചിക്കൻ്റെ കട്ട്ലറ്റ് റെഡി ആയിട്ട് ഇതേപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കട്ട്ലറ്റ് ആയതുകൊണ്ട് ഉമ്മ പറഞ്ഞു എന്തായാലും പിന്നെ നാൻ കട്ട്ലറ്റ് തന്നെ ഉണ്ടാക്കാം. നമ്മൾ 2-3 തവണ ഉണ്ടാക്കിയിട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് അവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നാൻ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മൈദ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ചെറിയ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്രെഡ് ക്രംസിൻ്റെ കൂടെ ഞാനിപ്പം ഈ കട്ട്ലറ്റ് പൊതിയാനായിട്ട് കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് കോൺഫ്ലെക്സ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷാക്കി എടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ അങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പം നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രെഡ് ക്രംസിനെ ഞാൻ മുട്ടയിലല്ല മുക്കുന്നത്. ഇതേപോലെ ഒരു മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. അധികം തിക്കായി പോകണ്ട, കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു ബാറ്റർ തന്നെ ആക്കിയെടുക്കാം. എന്നിട്ട് ഓരോ ബോൾസും ഈ ഒരു മിക്സിൽ അങ്ങ് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് റോളാക്കിയെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയെല്ലാം ഞാനിപ്പം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പേ ഞാനിപ്പം നാൻ പരത്തിയെടുത്തിട്ടൊന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു നാൻ കട്ട്ലേറ്റ് ഞാൻ 2 തവണയായി ഇപ്പം നോമ്പിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊണ്ട് ഒന്നുകൂടെ ഉണ്ടാക്കിയതാണ്. വീഡിയോ ലിങ്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ നീളത്തിൽ പരത്തിയെടുത്തിട്ട് ചൂടായ കലയിലിട്ട് നന്നായിട്ടൊന്നങ്ങ് ചുട്ടെടുക്കാം. ഒരു ഭാഗം വാട്ടിയെടുത്തിട്ടും ഒരു ഭാഗം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുമാണ് എടുക്കേണ്ടത്. നാൻ കട്ട്ലറ്റ് ഞാനിപ്പോൾ 30 എണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, കൊടുക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള കട്ട്ലറ്റായിട്ട് തന്നെ നമ്മൾ നോമ്പ് തുറക്കും. പിന്നെ ഈ നാനിൻ്റെ കുറച്ച് ബാക്കിയുള്ള മാവുണ്ട്, ആ മാവ് ഇതേപോലെ ചപ്പാത്തിയായിട്ട് പരത്തിയെടുത്തിട്ട് അതിലേക്ക് ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ്റെ മസാല ഉണ്ടായിരുന്നു, അത് കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു സൈഡാക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ലൈസ് ചീസ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മറ്റേ ഭാഗത്തു നിന്ന് അങ്ങ് മടക്കിയെടുക്കാം. എന്നിട്ട് ഈ 3 ഭാഗവും നന്നായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്തിട്ട് ലെവലാക്കി ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇപ്പം നല്ലൊരു ബോക്സ് പോലെയായി. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ ഒരു 3-4 എണ്ണയേ ഉള്ളൂ, അത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മുടെ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ. പക്ഷേ ഇത് ബന്നിൻ്റെ കൂട്ടായതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ഫ്ലഫി ആയിട്ട് വരും. പൊരിയുന്നതിനനുസരിച്ചിട്ട് ഉൾഭാഗമൊക്കെ ഒന്നങ്ങ് പൊങ്ങി വരും. ഇതേ എണ്ണയിൽ തന്നെ ഞാനിപ്പം കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഒരുപാട് എണ്ണ ഇല്ലാതെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിപ്പം മറ്റേത് ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണ ഉള്ളതുകൊണ്ട് അതിലങ്ങിട്ടിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ട്ലറ്റൊക്കെ ഞാനിപ്പോൾ എല്ലാം നാനിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എന്തൊക്കെയാണ് ഉള്ളിൽ ഇനിയും ഇട്ടത് എന്നുള്ളത്, അപ്പോൾ ഈ നാനിൻ്റെ ഉള്ളിൽ കട്ട്ലറ്റ് അല്ലാതെ വേറെന്തൊക്കെ ഇട്ടു എന്നുള്ളത് അറിയണമെങ്കിൽ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണണം. കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കും, അത് കാണണം കേട്ടോ. അങ്ങനെ നാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കൊണ്ടുപോകാനുള്ള ആൾ വന്നു. പാത്രത്തിലേക്ക് ഇട്ടിട്ട് കണക്കായി 30 എണ്ണം എണ്ണി വെച്ചിട്ട് ഇതങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കൊടുത്തു വിട്ടു. ബാക്കിയുള്ളത് നമുക്കുള്ള കട്ട്ലറ്റാണ്. കട്ട്ലറ്റും അതേപോലെ തന്നെ ചിക്കൻ ബോക്സും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഒരു പ്ലേറ്റിലാക്കിയിട്ട് അങ്ങ് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാനിപ്പം ഒരു പ്ലേറ്റിലേക്ക് തന്നെ അങ്ങ് ഇട്ട് വെച്ചതാണ്. ഇനി അടുത്തതായിട്ട് ക്യാരറ്റ് ആൽമണ്ട് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം 2 ചെറിയ സൈസിലുള്ള ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 10-25ഓളം ബദാം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതാണ്. ഒരു 10-15 മിനിറ്റോളം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് ആ തൊലി അങ്ങ് എടുത്ത് മാറ്റിയേക്കാം. എന്നിട്ട് അതും കൂടെ നമുക്ക് ഈ മിക്സി ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പാലാണ് എടുക്കുന്നതെങ്കിൽ നല്ല കട്ടയായിട്ടുള്ള ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാലിട്ട് കൊടുക്കാം. ഞാനിപ്പം പാൽപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനിപ്പം കുറച്ച് പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ഗ്ലാസോളം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് തേന് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ആദ്യം ഇത് നന്നായിട്ടൊന്നങ്ങ് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. ക്യാരറ്റ് വേവിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജ്യൂസായി കിട്ടും. ബദാമൊക്കെ ഒരുപാടങ്ങ് അരഞ്ഞു പോകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് തരിതരപ്പായിട്ട് നമുക്ക് കുടിക്കുമ്പോൾ കിട്ടിയാൽ അതും ടേസ്റ്റാണ്. അങ്ങനെ ഞാനിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഐസ് കട്ടയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ അങ്ങ് അടിച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം.
അപ്പം ഞാനിപ്പോൾ ഒരു വലിയ ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ആൽമണ്ട് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി. ഇന്നത്തെ നോമ്പുതുറ എല്ലാവരും കണ്ടല്ലോ. പിന്നെ പള്ളിയിൽ കൊടുക്കാൻ ഉണ്ടാക്കിയപ്പോൾ അത് തന്നെയാണ് നമ്മളും നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയത്. അപ്പം നാസ്തയായിട്ട് വാട്ടിപ്പത്തലും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ നോമ്പുതുറയുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൻസ് കിച്ചൻ.